നമസ്കാരം. ഏപ്രിൽ 13 ഞായറാഴ്ച മീനം രാശിയിൽ ശുക്രൻ നേർഗതി സഞ്ചാരം ആരംഭിക്കും. ഉച്ചരാശിയായ മീനത്തിൽ ശുക്രനിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ആ വ്യക്തികൾക്ക് കൂടുതലായും ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും. കൂടാതെ നേർഗതി സഞ്ചാരം കൂടി ആരംഭിക്കുമ്പോൾ ശുക്രൻ തികച്ചും ശുഭകരമായ ഫലങ്ങൾ അഥവാ ശുഭകരമായ സ്ഥിതിയിൽ എത്തും. തന്മൂലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. 11ാം ഭാവത്തിലൂടെ ശുക്രൻ നേരിട്ട് സഞ്ചരിക്കുകയും ഈ സ്ഥിതി ധനപരമായ വളർച്ചയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ധനപരമായ നേട്ടങ്ങൾ, സമൃദ്ധി, ഉയർച്ച, പല വിധത്തിലും നേട്ടങ്ങളാണ് വന്നു ചേരുക. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പ്രധാനമായും വിഷുവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. എല്ലാ തരത്തിലും ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഫലങ്ങൾ അനുകൂലമാകും എങ്കിലും ആ ഫലങ്ങൾ ഇരട്ടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും ധനപരമായ നേട്ടങ്ങൾ, പണം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതായ സമയമാണ്. മാറ്റങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സമയം എന്ന് തന്നെ പരാമർശിക്കാം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം. പണത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാനും പണം കൈകളിലേക്ക് വന്ന് ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിലും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ കൂടിയാകാം. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. മാറ്റങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം ജീവിതത്തിൽ പ്രകടമായ കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തികപരമായ സുരക്ഷിതത്വം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, ബിസിനസ് പരമായും തൊഴിൽപരമായും കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പണം കൈകളിൽ വന്ന് ചേരുന്നത് പോലെ തന്നെ നഷ്ടമാകുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഫലപ്രദമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സമയം. പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയകരമായി തന്നെ അനുകൂലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. പുതിയ അവസരങ്ങൾ അത് തൊഴിൽ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ വന്നു ചേരാം. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്ന സമയമായി മാറാം. സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പോലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പലവിധ ആശങ്കകളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. പ്രണയ ജീവിതം അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. ലാഭം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ലാഭം വന്നു ചേരുക, സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുകയോ സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾ വന്നു ചേരുകയോ ചെയ്യാം. പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിൽ പണം വന്ന് നിറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ധനം നഷ്ടമാകുവാനുള്ള, ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തുക.
ആരോഗ്യ കാര്യങ്ങളിൽ പുരോഗതി വന്നു ചേരാം. കൂടാതെ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം, വാഹന ഭാഗ്യം വന്നു ചേരുന്ന സമയം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രധാനമായും അനുകൂലമായി തീരാം. നിങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് അവരുടെ ആവശ്യം, എന്താണ് അവരുടെ സന്തോഷം, ഇത് മനസ്സിലാക്കി പല കാര്യങ്ങളും പ്രവർത്തിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ നൽകുവാൻ സാധിക്കുക, ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ തൃപ്തി വന്നു ചേരുന്നതായ സമയമാണ്. കലാപരമായ കാര്യങ്ങളും അനുകൂലമായി തീരാം. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. പുതിയ സംരംഭങ്ങളിലൂടെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ മുതിർന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തെറ്റുപറ്റാതെ മുന്നോട്ട് നയിക്കുവാൻ പലവിധ സഹായങ്ങളും ലഭിച്ചു എന്ന് വരാം. ഈ സമയം മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിക്കും. സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, യാത്രകൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും മറ്റൊരു വ്യക്തിയുടെ സഹായത്താലും കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം, അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യം അനുകൂലമാകാം. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോഗതി ദൃശ്യമാകുന്നതായ സമയം. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാനുള്ള സാധ്യത വർദ്ധിക്കും. പല പദ്ധതികളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുരോഗതി പല കാര്യങ്ങളിലും പ്രകടമാവുകയും മറ്റുള്ളവരുടെ പിന്തുണ കുടുംബാംഗങ്ങളുടേതാണ് എങ്കിലും ലഭിക്കുന്നതാണ്. ബിസിനസ് സംബന്ധമായും ധനപരമായ നേട്ടങ്ങൾ, കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകിച്ചും ധനലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ ലാഭകരമാകാം. തൊഴിൽ സംബന്ധമായി ധനം ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് പരിഹരിക്കുവാനുള്ള വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. ശുഭകരമായ ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. പല കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. വാഗ്ദാനങ്ങൾ പലതും നിറവേറ്റുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. അത് വിജയവും ലാഭവും നിങ്ങൾക്ക് നേടിത്തരും. കൂടാതെ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുക, വാഹന ഭാഗ്യം വന്നു ചേരുക. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സമ്മാനമായോ അല്ലാതെയോ ലഭിക്കാം. ഈ സമയം നിങ്ങൾക്ക് ആദരവും അംഗീകാരങ്ങളും ലഭിക്കാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. നിരവധിയാർന്ന അവസരങ്ങൾ കടന്നു വരാം. പ്രധാനമായും ബിസിനസ് സംബന്ധമായോ അല്ലാതെയോ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാത്തതായ ഉറവിടങ്ങളിൽ നിന്നും ധനലാഭത്തിലേക്ക് നയിക്കാവുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുയോജ്യമായ നിലപാടുകൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.
വിജയകരമായി പല കാര്യങ്ങളും പൂർത്തീകരിക്കുക, പുതിയ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക, സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബജീവിതം പൊതുവിൽ സന്തോഷകരമായി തീരും. കുടുംബത്തിന്റെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. പലവിധ ആശങ്കകളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ലാഭം നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തി വിജയം കാണുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ധനനഷ്ടങ്ങൾ സംഭവിക്കാം. ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ചതി പ്രതീക്ഷിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു.